ജ്യോതികുമാർ ചാമക്കാല ഇവിടെ 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 നക്ഷത്രം പോലെ ഉള്ള ഒരു ആത്മഹത്യക്കുറിപ്പിൽ പേര് വന്നിട്ട് ഗോപിനാഥൻ പറയുകയാണ്. എൻ്റെ പേര് അങ്ങനെയില്ല. മാത്രമല്ല ആത്മഹത്യക്കുറിപ്പ് പോലല്ല അത് ഗോപിനാഥന്. ഇങ്ങനെ പച്ചയ്ക്ക് കള്ളം പറയുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഈ ആത്മഹത്യക്കുറിപ്പിൽ പേരുള്ളവർ. ജ്യോതികുമാർ ചാമക്കാല, നമ്മൾ ഈ പി ദിവ്യ നവീൻ ബാബുവിൻ്റെ വിഷയം നമ്മൾ ദീർഘനാൾ ചർച്ച ചെയ്തില്ലേ? നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ പി ദിവ്യ വഹിക്കുന്ന പദവി ഒഴിയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതല്ലേ? അവർ പോലീസിൻ്റെ കീഴിൽ നിയമ നടപടി സ്വീകരിക്കണം, നേരിടണം എന്ന് കോൺഗ്രസ് ആർജവത്തോട് ആവശ്യപ്പെട്ടതല്ലേ? ആ ആർജവം ഇപ്പോൾ ഉണ്ടോ കോൺഗ്രസിന് പറയാൻ? ചാമക്കാല നോക്കൂ, ഞാൻ അതിലേക്ക് കൃത്യമായി തന്നെ വരാം. ഇവിടെ എസ് കെ സജീഷ് ചില കാര്യങ്ങൾ പറഞ്ഞു പോയി. ഇവിടെ പിന്നെ അദ്ദേഹം പറഞ്ഞത് IC ബാലകൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ, അതായത് പിന്നെ ഈ കേസിൽ വിജയേട്ടൻ്റെ മകന് കിട്ടേണ്ടിയിരുന്ന നിയമനം മറ്റാർക്കും മറിച്ചു കൊടുത്തുന്നാണ്. IC ബാലകൃഷ്ണൻ അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് നൽകിയിട്ടുള്ളത് SC കോട്ടയിൽപ്പെട്ടവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ വളരെ സ്പെസിഫിക്കായി ഞാൻ ഡേറ്റ് സഹിതം പറയാൻ തയ്യാറാണ്. 3/11/2023 ഇനിയും കളവ് പറയല്ലേ. ഞാൻ ആത്മഹത്യ കുറിപ്പാണ് വായിച്ചത്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടതല്ല. താങ്കളുടെ അവസരത്തിൽ താങ്കൾ സംസാരിച്ചില്ലേ? മര്യാദയ്ക്കടെ താങ്കളുടെ അവസരത്തിൽ താങ്കൾ സംസാരിച്ചല്ലോ. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ തീരുമാനിക്കുന്നത്. കൂടുതൽ അഭ്യാസമൊന്നും വേണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. താങ്കൾ ഞാൻ ചോദിച്ചല്ലോ, ഇടുക്കി കൊലപാതകത്തെ കുറിച്ച്, ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞല്ലോ. താങ്കൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? പി ദിവ്യ, താങ്കൾ എവിടെയായിരുന്നു കഴിഞ്ഞ ഒരു മാസം എവിടെയായിരുന്നു ചർച്ചയ്ക്ക് വരാൻ? എന്താ പേരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചർച്ച എവിടെയായിരുന്നു? ഒളിച്ചിരിക്കായിരുന്നല്ലേ? പേരിയ കൊലപാതകം വന്നപ്പോൾ ഒളിച്ചു വന്നു, ഇടുക്കിയിലെ വിവാദം വന്നപ്പോൾ ഒളിച്ചു വന്നു, അതുപോലെ നവീൻ ബാബുവിന്റെ കൊലപാതകം വന്നപ്പോൾ വിളിച്ച് ഒളിച്ചു വന്നു. എനിക്കുള്ള അവസരത്തിൽ ഞാൻ സംസാരിക്കും. നിങ്ങളെ പോലെ പി ദിവ്യയുടെ കേസ് വന്നപ്പോൾ ഒളിച്ചോടുക, പേരിയ കൊലപാതകം വരുമ്പോൾ നിങ്ങൾ ഒളിച്ചോടുക, നവീൻ ബാബുവിന്റെ ചർച്ച വരുമ്പോൾ നിങ്ങൾ ഒളിച്ചോടുക. ഇന്ന ചാനൽ ഇന്ന വിഷയം എടുത്താൽ മാത്രമേ ഞങ്ങൾ പ്രഖ്യാപിക്കുക. ഓരോ ദൈനംദിനം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അഭ്യാസവുമില്ല. അവസാന സമയം വെറുതെ പോകുള്ളൂ. ഞാൻ അച്ചാരം വാങ്ങിയിട്ടല്ല വന്നിരിക്കുന്നത്. അല്ല, മനസ്സിലായില്ലേ? ഞാൻ എന്ത് പറയണം ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ വായിച്ച ഭാഗം അദ്ദേഹത്തിന്റെ സാബു എന്ന് പറയുന്ന നിക്ഷേപകൻ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തപ്പോ അദ്ദേഹത്തിന് മനോരോഗമാണെന്ന് പറഞ്ഞ ആളല്ലേ എം എം മണി? താങ്കൾ നിഷേധിച്ചോ? താങ്കൾ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറയണ്ട. പിന്നെ ഞാൻ പറഞ്ഞ കേട്ടാ മതി. മനസ്സിലായില്ലേ? ആത്മഹത്യാ കുറിപ്പിന്റെ ഭാഗമാണോ അല്ലയോ എന്നാണ് അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ NM വിജയനെ കുറിച്ച് പറയുന്നല്ലോ, ഹാഷ്മി അറിയാമോ? ഈ NM വിജയനെ കുറിച്ച് പറയുന്നല്ലോ. ഈ വന്ധ്യവയോധികനായ NM വിജയനെ വീട്ടിൽ കയറി തല്ലിയുള്ള പേരാണ് CPM എന്ന് അറിയാമോ? ഈ വന്ധ്യവയോധികനായ ഈ NM വിജയനെ അദ്ദേഹത്തിനെ മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിലിട്ട് തട്ടിയവരുടെ പേരാണ് CPM. അതൊന്നും എന്നോട് പറയരുത്. ഞാൻ ഇവിടെ പറയുന്നത്, ഞാൻ ചോദിച്ചല്ലോ, സാബു എന്ന് പറയുന്ന ഒരാൾ എന്റെ അവസരത്തിൽ കയറി താങ്കൾ വേണം ഉണ്ടാക്കാൻ ഞാൻ സംസാരിക്കാം. ഞാൻ എന്ത് സംസാരിക്കണം ഞാൻ തീരുമാനിക്കും. ഞാൻ താങ്കൾ പറയുന്നത് പറയാനല്ല വന്നിരിക്കുന്നത്. ഇത്രയും കാലം മാളത്തിൽ ഒളിച്ചിട്ട്, ഇത്രയും കാലം വിവാദപരമായ പല പി ദിവ്യക്കെതിരെ സ്വീകരിച്ച നിലപാട് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുമോ? ചാമക്കാല പറഞ്ഞോ. ഞാൻ പറയാം, ഹാഷ്മി കേട്ടോളൂ. തുടക്കത്തിൽ തന്നെ തുടങ്ങാം. താങ്കൾക്ക് ട്രോളിനൊരു ഭാഗം താങ്കൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്കൾ ഈ തൊട്ട് മുമ്പുള്ള ഇന്റർവെൽ തുടങ്ങുന്നതിന് മുമ്പ്, അഥവാ ഇടവേള തുടങ്ങുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞത് IM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രകടനം നടത്തുന്ന പറഞ്ഞത്. അത് തിരുത്തുന്ന ഒരു കണക്കിന് താങ്കൾക്ക് നന്നായിരിക്കും. രണ്ടാമത്തേത് ഈ വിഷയവുമായി ആയുഷ്കാലം അത്രയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് ശേഷം ആത്മഹത്യാക്കുറിപ്പ് വീട്ടിലെ മേശപ്പുറത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞ കേസുദാനം ഇല്ലാത്ത റോൾ എനിക്ക് വേണ്ട. നമുക്കല്ല പറഞ്ഞു പൂർത്തിയാക്കൂ. ഞാൻ പറഞ്ഞത് അല്ലല്ല അങ്ങനെ പറഞ്ഞു പോലെ ആ കുടുംബം, അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ പറയാനുള്ളത് മുഴുവൻ അദ്ദേഹം കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? മകന് സമ്മതിക്കുന്നുണ്ടല്ലോ. ശ്രീ കെ സുധാകരൻ അതിനെ സംബന്ധിച്ച് കെ സുധാകരനും അദ്ദേഹവുമായി സംസാരിച്ചു എന്നുള്ള കാര്യത്തിൽ അവരാരെങ്കിലും തർക്കം പറഞ്ഞിട്ടുണ്ടോ?
പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളതെന്ന് മകൻ മുഖതാവിൽ പറഞ്ഞാൽ അത് കേട്ടു എന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടില്ലേ? താങ്കൾ എന്താ ആ ഭാഗം പറയാത്തത്? ഒരു കത്ത് ന്യായീകരിക്കില്ലേ പ്ലീസ്, ന്യായീകരിക്കില്ല പ്ലീസ്, അത് ന്യായീകരിക്കില്ലേ? ആ കത്ത് അവിടെ കിടപ്പുണ്ട്, ഞാൻ വായിച്ചില്ല എന്ന് പറയാവോ? ആത്മഹത്യാ കുറിപ്പല്ലേ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചല്ലോ, താങ്കൾ ഈ കിടന്ന് ന്യായം പറഞ്ഞല്ലോ, ഇത്രയും ദിവസം എവിടെയായിരുന്നു സജീഷേ? ഇത്രയും ദിവസം പേരയിലെ രണ്ട് കുട്ടികളെ കൊല്ലാക്കൊല ചെയ്ത കേസിന്റെ വിധി വന്നപ്പോ നീക്ക മാളത്തിൽ വിളിച്ചില്ലേ? എവിടെ പോയിരുന്നു? ഇവിടെ നവീൻ ബാബുവിന്റെ കൊലപാതകം, ആ കൊലപാതകം ചർച്ച ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രം നിങ്ങൾക്ക് ഈ ചർച്ചയെ വഴിതിരിച്ചു. നവീൻ ബാബു എങ്ങനെ ആത്മഹത്യ ചെയ്തത്? നവീൻ ബാബു എന്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്? എങ്ങനെയാ പേരിയയിലെ 2 കുട്ടികൾ മരിച്ചത്? നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നല്ലേ? എവിടെയായിരുന്നു നിങ്ങളൊക്കെ ചർച്ചാ സമയത്ത്? ഞങ്ങൾ മരിച്ചു, ശരിയാണ്, പാർട്ടിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ഒളിച്ചോടിയിട്ടില്ല, ഞങ്ങൾ ചർച്ചയിലുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. ഒളിച്ചോടിയിട്ടില്ല. ശരി, ചർച്ചയിലുണ്ട്. അല്ല, ചർച്ച ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ശരിയാണ്.